അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, എഗ്ഗാണ്. അപ്പൊ എഗ്ഗ് ഇല്ലാത്ത ഒരു എന്താണ് ഒരാളുടെ മലയാളികളുടെ ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു ദിവസം നവീനൊക്കെ എഗ്ഗ് പ്രോട്ടീൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ. പക്ഷെ എന്നാൽ ഒരു ദിവസം തീർച്ചയായിട്ടും 10 മുട്ടയാണ് കഴിക്കുന്നത്. രാവിലെ ഉള്ള കാര്യം പറയല്ല, രാവിലെ മുട്ടയില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ചിന്തിക്കാനേ പറ്റില്ല. അതുപോലെ ഞാനൊക്കെ പണ്ടൊക്കെ മുട്ട വലിയ, പക്ഷെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി, നഖം, ഈ എല്ല്, ഇതിൻ്റെയൊക്കെ മെയിൻ ഒരു സംഭവം ശരിക്കും മുട്ട കഴിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് വരെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കണം. അപ്പോൾ എൻ്റെ മനുവിൻ്റെ ഡാഡി അമ്മച്ചിയൊക്കെ ഇന്നും മുട്ട കഴിക്കും. അവർക്ക് ഒന്നുമില്ലെങ്കിലും മുട്ട ഡെയിലി. പക്ഷെ അതിൻ്റെ ആരോഗ്യം അവർക്കുണ്ട്, ദൈവാനുഗ്രഹം പോലെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു എഗ്ഗ് കറിയാണ്. മീൻസ് എൻ്റെ അമ്മച്ചി കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ എടുത്തു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ എഗ്ഗ് കറി. ഒരുപാട് ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ. അപ്പൊ അമ്മച്ചിയുടെ മുട്ടക്കറി എന്ന് ഞാൻ പറയണില്ല, കാരണം അമ്മച്ചിക്കാട് എടുത്തു എന്ന് പറയും, അതൊന്നും വേണ്ട. എൻ്റെ വീട്ടിലെ സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി. അപ്പൊ അതിന് വേണ്ടത് മുട്ട പുഴുങ്ങി വെച്ചു, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, സവാള, വെളിച്ചെണ്ണ, തക്കാളി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, മല്ലിയില, വേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ പാലുണ്ട് കേട്ടതാ, തേങ്ങാപ്പാലുണ്ട് നല്ല കട്ടിന്ന്. അപ്പൊ ഇത് വെച്ച് നമുക്ക് വേഗം തുടങ്ങാം. നമ്മുടെ കത്തിക്കാൻ പോകുന്നു. അതിൽ നമ്മൾ ഐശ്വര്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ നമ്മുടെ സവാള അങ്ങോട്ട് തട്ടുന്നു. നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. വളരെ നൈസ് ആയിട്ടുണ്ട്, അടിപൊളി. താങ്ക് യു. നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറയില്ല, അവനാണ് അരിഞ്ഞത്, അല്ലാട്ട ഞാൻ തന്നെ അരിഞ്ഞത്. എന്റെ നവീനെ, ഈ പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിഞ്ഞൂടെ ഇത്ര നൈസായിട്ട് നിനക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. സത്യം, ഞാൻ സവാള അറിയാൻ ബെസ്റ്റ് ആണ്. ആണോ? പിന്നെ സവാള അരിയാൻ ഉരുളക്കിഴങ്ങ്. പ്രേക്ഷകർ നിങ്ങൾ അറിയണം, നമ്മുടെ നവീൻ അവാർഡ് ജേതാവ് മാത്രമല്ല, അഭിനയ സിംഹം മാത്രമല്ല. പറഞ്ഞില്ല ചേച്ചി, എത്ര അവാർഡാ ഈ ആഴ്ച തന്നെ 4 അവാർഡ് ഇപ്പൊ ആദ്യം എനിക്ക് മൈൽ സ്റ്റോൺ ഒരു അവാർഡ് കിട്ടി. പിന്നെ അപ്പൊ അതിൽ എനിക്ക് എന്തായിരുന്നു? അല്ല, ചേച്ചിക്ക് ബെസ്റ്റ് ഐക്കൺ അവാർഡ് ചേച്ചി കിട്ടി. ബെസ്റ്റ് ക്യാരക്ടർ ഇൻ എ റോൾ അത് എനിക്കും കിട്ടി. അതൊക്കെ നിസാരം. ഐക്കൺ എന്ന് പറഞ്ഞ പ്രായമുള്ളവർക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. അതിന്റെ ഇടയ്ക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് ഗൈസ്, ഉപ്പിട്ട് ഇത്തിരി. ആദ്യത്തെ അവാർഡ് ഒരെണ്ണം കിട്ടി, രണ്ടാമത്തെ അവാർഡ് അതിനും ചേച്ചിക്ക് കൂടി ഒരു അവസരം കിട്ടട്ടെ പറഞ്ഞു. നിസ്സാരം നവീനറക്കലിനൊക്കെ 20 വർഷവും ഇല്ല. മാത്രമല്ല ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ 60ാമത്തെ സീരിയലാണ് ചെയ്യാൻ പോകുന്നത്. അത്രയല്ലേ ആയിട്ടുള്ളൂ, ഇനിയെങ്കിലും ഒരു അവാർഡ് കിട്ടണ്ടേ എനിക്ക്. അതെ അതെ അതെ, ശരിയാട്ടാ, കിട്ടട്ടെ മോനെ, സത്യം. ഇൻഷാ അല്ലാ പൊളിക്ക് നീ. വേറെ കാര്യം കൂടെ ഉണ്ട്. ഞാൻ ആ പ്ലേറ്റ് വെച്ചേക്കണ കണ്ടോ നീ? അതിന്റെ ഇടയ്ക്ക് പതുക്കെ ഈ കത്തി വെച്ചിട്ട് നല്ല കറക്റ്റ് ആയിട്ട് നടുക്ക് മുറിച്ച് നല്ല ഭംഗിയായിട്ട്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ചേച്ചി, നമ്മള് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ വര ഇങ്ങനെ ഇട്ടു. അത് വേണ്ട, അതിനേക്കാളും ഭംഗി നമുക്ക് പകുതി മുട്ട കിടക്കുന്നതല്ലേടാ. ആണോ? അതിന്റെ ഇടയിൽ കൂടി ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഗൈസ്, ശ്രദ്ധിച്ചോളണം. നമ്മുടെ എന്റെ സ്പെഷ്യൽ ഇതില് ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഇട്ടു. ചേച്ചി പറഞ്ഞതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് റിസ്ക് എടുക്കാൻ വയ്യ. അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടെ നല്ല വഴണ്ട്. നമ്മുടെ ഈ ഇതിന്റെ ഫുഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ ഡിഷിന് യാതൊരു ഡെക്കറേഷൻസും ഇല്ല. ടേസ്റ്റ് ആണ് പ്രധാനം. സിമ്പിൾ ഹംബിൾ മുട്ടക്കറിയാണ്. അതെ. പക്ഷെ ഈ മുട്ട എന്താ ചേച്ചി ഇങ്ങനെ പോയത്? അത് എന്താണ് അറിയില്ലടോ, അതിന് ഇടണോ? ഇത് വേണോ? ഇതിട്ട് നമുക്ക് അടിയിൽ വെച്ചേക്കാം. ഇനി ഷെഫ് ചോദിക്കോ ഈ മുട്ട എന്താണ് ഇങ്ങനെ പോയതുകൊണ്ട് മാർക്ക് കുറയും എന്ന് പറയും. അത് നമുക്ക് വെട്ടി വെച്ചേക്കാം അവിടെ തടുക്ക്. നമുക്കൊരു ആർക്കെങ്കിലും ടേസ്റ്റ് നോക്കാൻ വേണ്ടി അനീഷൊക്കെ വരുമ്പോ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. അനീഷ് അപ്സരയും എപ്പോഴും നമ്മള് എപ്പിസോഡ് അല്ല നമ്മുടെ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോ എപ്പോഴും വരാറുണ്ട്. അതെ, ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. അപ്പൊ അവർക്ക് ആ പൊട്ടിയത് കൊടുക്കാം. ആർത്തിയോടെ പറഞ്ഞില്ല, ആർത്തിയോടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ എഗ്ഗ് വെച്ചിട്ടേ നമ്മൾ സത്യം പറഞ്ഞാല് ഉണ്ടാക്കാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ അവനെ? എന്തുമാത്രം വിഭവങ്ങളാണ് എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. എഗ്ഗ് വെച്ചിട്ട് നമ്മുടെ നോർമൽ വീട്ടിലുണ്ടാക്കുന്ന തന്നെ എഗ്ഗ്, മറ്റേ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കും, സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കും, മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് കൂടിയിട്ട് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ മുട്ട കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ മുട്ട വെച്ചിട്ട് ബിരിയാണി, എഗ്ഗ് ബിരിയാണി, പിന്നെ അതുപോലെ പിന്നെ നമുക്കറിയാത്ത ഒരു 100
ഇപ്പൊ ഇന്ന് തന്നെ നോക്കിക്കോളൂ, ഞങ്ങൾ 4 പേര് ഉണ്ടാക്കുന്ന 4 ഐറ്റം ആയിരിക്കുമല്ലോ. ചേച്ചി പറഞ്ഞ 100% കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വിശന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക സ്റ്റാർവിങ് കണ്ടീഷൻ വന്നില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, ഒരു 2 മുട്ട എടുക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക, കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ആ ഒരു വിശപ്പും കേട്ട് നമുക്ക് എന്താ പറയുക ഒരു എനർജി ലെവൽ നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം നല്ല പരുവമായി കഴിഞ്ഞു. അപ്പൊ ഒരുപാട് മൂക്കണ്ട, ഇല്ല, നമുക്ക് എല്ലാം പരുവായി കഴിഞ്ഞു. പിന്നെ അതൊക്കെ നമുക്ക് പൊടികൾ ഇടാം. ഓക്കെ, ഞാനിപ്പോൾ ആക്ച്വലി ഈ നമ്മുടെ പച്ചമുളക് കുറച്ച് ഇട്ടേക്കണോണ്ട് കുറച്ച് മുളക് പൊടി മതി കേട്ടോ. കാരണം ഇത്തിരി കുരുമുളക് പൊടിയും വേണം. അപ്പൊ ഇത്തിരി ആ നമുക്ക് ഇപ്പം മറ്റേ ഇത് ഈ ചില്ലി ആയിരുന്നെങ്കിൽ കുറച്ച് മതിയായിരുന്നു. കാശ്മീരി അതിൻ്റെയൊക്കെ നമ്മൾ തക്കാളി, ഈ തക്കാളീനെ അങ്ങോട്ട് ഭയങ്കര പേസ്റ്റ് ആക്കുന്നില്ല. എന്തറിയോ, കുറച്ച് തക്കാളി ഇങ്ങനെ ആ മുട്ടയുടെ ഉള്ളിൽ കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് പശപ്പരല്ല മറ്റേ അങ്ങനത്തെ ഒരു ആ പരുവാക്കുന്നില്ല. ഇല്ല, ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് പേസ്റ്റ് ആക്കുമല്ലോ, അങ്ങനെ ചെയ്യണ്ട. മുട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ തക്കാളീനെ ഇങ്ങനെ കണ്ണും പിടിച്ച് കിടക്കണ കാണാൻ ഒരു ഭംഗിയാണ്. ഒന്ന് വഴണ്ടാ മതി. ചേച്ചി മുട്ടയിടാറായ എന്താണ് അവസ്ഥ? നീ മുട്ടയിടാറ ചോദിക്കണേ ചേച്ചി മുട്ടയിടാറായോ? ഞാൻ മുട്ടയിട്ട കഴിഞ്ഞതാ. അല്ല അതിനു മുമ്പ് ചേച്ചി വേറെ കാര്യം വെച്ചാല് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അവാർഡുകൾ കരസ്ഥമാക്കുന്ന നവീൻ അറക്കലിന് ഞങ്ങളുടെ വകയായിട്ട് പഠിച്ചു. നന്നായിട്ടുണ്ട്. അനീഷേട്ടന്റെ തല പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല സൈഡ് വെച്ചേക്കണേ. അന്നത്തെ പ്രഹസനം കാണണമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലാലേട്ട സാൽക്ക അവാർഡ് ഒന്നും മേടിച്ചില്ല. അതുപോലെ സിമ്പിൾ ആയിട്ട് നീ എങ്ങോട്ടാണ് നീ പോണത്? എല്ലാവർക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞ് അവാർഡ് കിട്ടണമെന്ന്. അങ്ങനെ ആ ബേസിലെ ലാലേട്ടറൊന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ, അപ്പോ ഇടിയപ്പം മുട്ടക്കറി എന്ന് പറയുന്ന പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ വീട്ടില് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി. അല്ലാണ്ട് ഞാൻ ഇനി പുതിയ ഒരിക്കലും നമ്മളാ പരിപാടി വിട്ട് ഞാൻ പരിപാടി ഇല്ല ആ പരിപാടി യൂട്യൂബിൽ നോക്കി എല്ലാം എഴുതിയെടുത്തിട്ടേ പേര് എന്തിടണമെന്ന് ആലോചിക്കാൻ പറയും. വേണ്ട, എന്റെ അമ്മച്ചിയുടെ മുട്ടക്കറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ട റോസ്റ്റ് ഇതാണ്. ഈ ഉള്ളി നീളത്തിൽ ഇങ്ങനെ പറയും, പക്ഷെ അവള് ചെയ്യുമ്പോൾ വേറൊരു രീതിയാണ്. പക്ഷെ എന്റെ ആഗ്രഹം ചില നീളത്തിൽ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കടിക്കണം. ഞങ്ങളുടെ ചില ആൾക്കാർ ഇങ്ങനെ എനിക്കൊരു കുഞ്ഞു ഞാനെല്ലാം ഇങ്ങനത്തെ അതുകൊണ്ട് ഞങ്ങളുടെ വല്ല എല്ലാ പ്രാണവും ഗംഭീരമാവട്ടെ. അനിഷേട്ടന് വേണ്ടി സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പൊട്ടിയ മുട്ടയായിരിക്കും. ഇതല്ല, ഇത് നമ്മള് ഡെക്കറേഷൻ ചെയ്ത് വെച്ചതല്ലേ. ഞങ്ങൾ ഒരിക്കലും ഷെഫ് നോക്കിക്കണം എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട്. എന്റെ വീട്ടിലെ മുട്ടക്കറി അമ്മച്ചിയുടെ പറയാന്ന് വിചാരിച്ചു. പക്ഷെ പറയേ അമ്മച്ചിയുടെ കാർഡ് എടുക്കണം എന്ന് പറയുമല്ലോ, അമ്മച്ചി കാർഡ് അങ്ങനെ എടുക്കുന്നില്ല. വീട്ടിലെ മുട്ടക്കറി കുഴപ്പമില്ല. അപ്പോ അല്ല ഇടിയപ്പം. നന്നായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയല്ലേ, കളറും നല്ല അടിപൊളി. അനീഷന്റെ കൊള്ളാട്ടോ, അല്ല ഇതിനതേ തരാൻ പറ്റുള്ളൂ. ഞാന് ഇവിടെ നടന്ന് നോക്കി എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ കൊണ്ടുതന്ന സാധനമാണ്. ഇത് അനീഷനെ തന്നെ എന്തിനാന്നറിയോ, ഇവിടെ എന്തെങ്കിലും സാധനം കിട്ടിയ ഓടിക്കൊണ്ടു ഇവിടെ ഒളിച്ചു വെക്കുവേ. അങ്ങനെ എന്തെങ്കിലും പാത്ത് വെക്കാൻ വേണ്ടി തക്കത്തിനൊരു എങ്ങനെയുണ്ട് എങ്ങനെ ഇരിക്കണം എന്തെങ്കിലും കാണാണ്ട് പോയി എന്റെ തലേ. മക്കളെ വേഗം ഉണ്ടാക്കട്ടെ, കഴിഞ്ഞു ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അതിലേക്ക് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഞാൻ പറയാം, ഞാൻ ഇത്തിരി പഞ്ചസാര ഇടും. സാമ്പാർ വെക്കുമ്പോഴും രസം വെക്കുമ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ ഒരു പൊടിക്ക് പഞ്ചസാര ഇങ്ങനെ അതിനകത്ത്. ഓപ്പണായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ,
ഇതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. കാര്യം എൻ്റെ വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ വൈഫിനോട് പറയുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ അച്ചാർ ഉണ്ടാക്കിയപ്പോഴും ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ കൊണ്ടുപോയി കുറച്ച് മധുരം ഇട്ട്, നല്ല രസമുണ്ട്. അതാ പറഞ്ഞത്, കറിയുടെ ഒപ്പം കുറച്ച് മധുരം ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ്, പ്രത്യേകിച്ച് മുട്ടക്കറിയുടെ ഒപ്പം. പരുവമായി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇതാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന മുട്ടക്കറി. എൻ്റെ വീട്ടിൽ മുട്ടക്കറി. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാടാ? ഇതുപോലെയൊക്കെ തന്നെയാണോ? ഇതേപോലെ പക്ഷേ ഈ തേങ്ങാപ്പാൽ ഇടൂല. അത് ഞാൻ എന്താ അറിയാമോ, ഇത്തിരി ഒരു ടേസ്റ്റ് മേക്കറാണ് എൻ്റെ അമ്മച്ചി അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ മുട്ടയെ അത് അനക്കാതെ അങ്ങനെ കണ്ണും മിഴിച്ച് ഇങ്ങനെ കിടക്കണത് കാണണം. ഇങ്ങനെ അതുണ്ട്. അപ്പൊ നമ്മുടെ എഗ് കറി, നമ്മുടെ എൻ്റെ വീട്ടിലെ മുട്ടക്കറി റെഡിയായി, സെറ്റായി റെഡിയായി കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചിട്ട് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ ഷെഫിനും കൂടി ഇഷ്ടപ്പെട്ട? നവീൻ ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാമല്ലോ, അത് ഇടിയപ്പം കൂടി പൊളിയായി. അതാ പറഞ്ഞു, ഇതൊന്ന് ഈ ടേസ്റ്റിംഗ് സെഷൻ ഒന്ന് കഴിഞ്ഞേക്കട്ടെ ഷെഫിന്റെ, അത് കഴിഞ്ഞ് എനിക്ക് എന്റെ വീട്ടിലെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഈ തക്കാളി ഇതൊന്നും വെച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്യാറില്ല. വെറുതെ അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള മുട്ടക്കറി റെഡി. അതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ പോകുന്നതാണ് ഇടിയപ്പം, അപ്പം, ചപ്പാത്തി എല്ലാം പോവും. എന്നാലും ഇടിയപ്പം ഏറ്റവും നല്ല. അപ്പൊ നമുക്ക് കഴിക്കാൻ റെഡിയാണ്. റെഡി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE Bima Jewelers and Pankaj Kasturi Ortho Health. ഇനിയിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ പറയാനും മനസ്സിലാക്കാനും സമ്മാനം തരാനായിട്ട്, സമ്മാനം പ്രഖ്യാപിക്കാനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫിനെ സ്വാഗതം ചെയ്യാം, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യാം ഷെഫ് നിബു ദി ആൽക്കെമിസ്റ്റ്. ഷെഫ് നിബു ദി ആൽക്കെമിസ്റ്റ്. പൗലോക്കോലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആൽക്കെമിസ്റ്റ് എന്താ ആ പേരിടാൻ കാരണം? ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം ഒരു എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഇൻസ്പയർ ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഞാനും എൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പേരിട്ടു. സോഷ്യൽ മീഡിയയിൽ അങ്ങ് വളരെ എന്താ പറയുന്നത്, വളരെ പോപ്പുലർ ആയ ഒരാളാണ്. വലിയ സന്തോഷം ഞങ്ങളുടെ അടുക്കളയിലേക്ക് എത്തി നോക്കിയത്. ആദ്യമായിട്ടാണല്ലേ അനീഷേട്ടാ നമ്മുടെ ഫ്ലോറിൽ? അതെ. നമുക്കറിയാം, നമ്മൾ 4 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന വിഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ, അല്ലേ? തീർച്ചയായും. നമുക്ക് ആരെ ആദ്യം വിളിക്കാം? നമുക്ക് ആദ്യം തന്നെ എൻ്റെ വീട്ടിലെ മുട്ടക്കറിയുമായി ഷെഫിനെ കണ്ടാലും ഷെഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഷെഫ്, ഞങ്ങൾ ഒരു സങ്കടം പറയട്ടെ, ഇപ്പൊ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഷെഫ് നളനുണ്ടല്ലോ, നമ്മൾ എന്ത് കൊണ്ടുവരുമ്പോഴും പുള്ളി ചോദിക്കും, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൂടെ ചേച്ചി, നിങ്ങൾക്ക് എന്തെല്ലാം, പിന്നെ നിങ്ങൾ എന്തിനാ യൂട്യൂബിന്റെ പുറകെ പോയിട്ട് അത് സിമ്പിൾ ആയിട്ടുണ്ടാ? അങ്ങനെ ഞങ്ങൾ ഷെഫ് നളന് വേണ്ടി എന്റെ വീട്ടിലെ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോ വേറെ പറയാനില്ല. എൻ്റെ വീട്ടിലെ മുട്ടക്കറി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഷെഫ് നോക്കാം, ടേസ്റ്റ് ചെയ്യാം.
ഇതിപ്പോൾ എന്താ പേരിടാൻ കാരണം എൻ്റെ വീട്ടിലെ മുട്ടക്കറി എന്ന പേരിടാൻ? എൻ്റെ വീട്ടിൽ സ്ഥിരം അമ്മച്ചിയായിട്ട് ഉണ്ടാക്കും വരുന്നു. പിന്നെ ഞാനിപ്പോൾ അമ്മച്ചിയില്ല, ഞാനും ഇത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സെയിം. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് പറയാമോ? നമ്മൾ നോർമൽ മറ്റേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം വേപ്പിലയും വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വരണ്ട് നല്ല ഇത് പാകമാകുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് നല്ല പരുവാകുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് വെള്ളവും തേങ്ങാപ്പാലും ഇട്ട് അതിലേക്ക് മുട്ട ഇട്ടു. നല്ല അടിപൊളി മുട്ടക്കറിയാണ്, നല്ല നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്.